ഇനി തൊപ്പിക്കാരൻ പറയണ കുറച്ചും കൂടി കേൾക്കാം. വായിക്കാനുള്ള കഴിവൊന്നില്ലേ, ഇവരൊക്കെ കൂട്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോന്ന്. സബബും എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. നമുക്കിപ്പോ വിശന്നാലേ പഠിച്ചവനെ അതിന്റെ വിശപ്പ് മാറ്റി താന്നിട്ട് ദ്വാരനാ ചിലപ്പോ വിശപ്പ് മാറിക്കൊള്ളുന്നില്ല, ഭക്ഷണം കഴിക്കേണ്ടി വരും. എന്നാൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഈ ഭക്ഷണമാണ് എന്റെ വിശപ്പ് മാറ്റിയത് എന്ന് ഒരാൾ വിശ്വസിച്ചാലോ ഓൻ കാഫിറായി. പടച്ചോനെ എൻ്റെ വിശപ്പ് മാറ്റിക്കൊണ്ടോന്ന് പറഞ്ഞാൽ പടച്ചോൻ വിശപ്പ് മാറ്റി തന്നേക്കാം. അല്ല കൊടുത്തുകൂടായികയില്ല, കൊടുക്കൂല എന്നിപ്പോൾ ഈ തൊപ്പിട്ട ആ ഒരു അഹങ്കാരത്തിൻ്റെ മുകളിലാണോ താങ്കൾ പറയുന്നത്? കൊടുത്ത അള്ളാഹു ഭക്ഷണം കൊടുത്ത ആളുകളുണ്ട്. മറിയം ബീവിയുടെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ലേ? ഒരു ദേവാലയത്തിൽ എന്ന് പറയുമ്പോൾ അന്നത്തെ പള്ളി, ഒരു മസ്ജിദോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്തായിരുന്നു മറിയം ബീവി ജീവിച്ചിരുന്നത്. മറിയം ബീവി സക്കരിയ നബി അലൈഹി സ്വലാമയുടെ സംരക്ഷണയിലായിരുന്നു. ഇങ്ങക്കുള്ളൊരു മറുപടിയും കൂടി അതിലുണ്ട്, അതുകൊണ്ടാണ് ഇത് വിശദീകരിക്കുന്നത്. പൊന്നാര തൊപ്പിക്കാര, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ മറിച്ചു നോക്ക്. പരിശുദ്ധ ഖുർആനിന്റെ ആത്മാവിലേക്ക് ഇറങ്ങി അതിന്റെ വസ്ത്രമായ ആ അക്ഷരങ്ങളുണ്ടല്ലോ, അത് മാത്രം ഓതിയിട്ട് കാര്യമില്ല. അത് ഓതിയാൽ പുണ്യമല്ല എന്നൊന്നുമല്ല പറയുന്നത്, അതിലേക്ക് നോക്കുന്നത് പോലും പുണ്യമാണ് എന്നിരിക്കെ അത് മാത്രം ഓതിയിട്ട് നമ്മൾ ഇങ്ങനെ പോയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ ചെറിയ പുണ്യം മാത്രമല്ല, ആ ഗ്രന്ഥത്തിലൂടെ അള്ളാഹു നമ്മോട് എന്താണ് പറയുന്നത് എന്നെല്ലാം അതിലുണ്ട്. ആ അള്ളാഹുവിൻ്റെ കലാമിൽ പറഞ്ഞ ചരിത്രമാണ് മറിയം ബീവിയുടെ ആ ഒരു കറാമത്ത്. മൻസൂർ മണ്ണാർക്കാട് കറാമത്ത് നിഷേധി എന്നാണല്ലോ പല ആളുകളും പറയാറുള്ളത്. മൻസൂർ മണ്ണാർക്കാട് ഇസ്ലാമിക് യുക്തിവാദി എന്നാണല്ലോ പറയാറുള്ളത്. എന്നാൽ ഈ ഇസ്ലാമിക് യുക്തിവാദി എന്തെങ്കിലും ഖുർആനും സുന്നത്തും വിട്ടിട്ട് എന്തെങ്കിലും ഒരു യുക്തിവാദം പറയാറുണ്ടോ പൊന്നാര തൊപ്പിക്കാരെ? അല്ലേ? ഇവിടെ ഏതൊരു വീഡിയോ പറയുകയാണെങ്കിലും ഏതൊരു വീഡിയോ ചെയ്യുകയാണെങ്കിലും ആ വീഡിയോയിലൂടെ എല്ലാ ആളുകളോടും പറയാറുള്ളത് നമുക്ക് മാതൃക പരിശുദ്ധ ഖുർആനിലാണ്, സ്വഹീഹായ ഹദീസിലാണ്. മൊയ്ലിയമാർ പറയണേ ഈ പറയപ്പെട്ട കുഫറിലും മറ്റുള്ള കാര്യത്തിലും അല്ല എന്നുള്ളതാണ് പറയാറുള്ളത്. ഇൻഷാ അല്ലാ അവിടെ ആ മസ്ജിദിൽ അല്ലെങ്കിൽ ദേവാലയത്തിലിരിക്കുന്ന മറിയം ബീവി, സക്കരിയ നബി അവിടെ സ്ഥലത്തില്ലാത്ത സാഹചര്യത്തിൽ അള്ളാഹു അവർക്ക് ഭക്ഷണം എത്തിക്കുന്നുണ്ട്. ആ പ്രദേശത്ത് ലഭിക്കാത്ത, ആ സമയത്ത് ലഭിക്കാത്ത ചില കാലഘട്ടത്തിൽ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഈ പഴവർഗ്ഗങ്ങളൊന്നും ലഭിക്കൂല. അവിടെ എന്താണോ കഴിച്ചത് അത് ആ സമയത്തോ അല്ലെങ്കിൽ ആ പ്രദേശത്തോ ലഭിക്കാത്തതായിരുന്നു. അത് കഴിക്കുന്നത് കണ്ടുകൊണ്ട് അവിടേക്ക് സക്കരിയ നബി വരികയാണ്. ഈ മറിയം ബീവിയുടെ സംരക്ഷണം സക്കരിയ നബിക്കാണ്. അങ്ങനെ സക്കരിയ നബി വന്നുകൊണ്ട് ചോദിച്ചു, മറിയമേ എവിടെ നിന്നാണ് ഈ വിഭവങ്ങൾ ലഭിച്ചത്? എനിക്കെൻ്റെ അള്ളാഹു നൽകിയതാണെന്ന് പറഞ്ഞ്. അവിടെ കറാമത്താണ് സംഭവിച്ചിട്ടുള്ളത്. മറിയം ബീവിക്ക് ഭക്ഷണം ലഭിച്ചത് അവർക്ക് അള്ളാഹു നൽകിയ ആദരവ് കൂടിയാണ്. അത് തന്നെയാണ് കറാമത്ത്. അതൊരു അത്ഭുത പ്രവർത്തനമാണ്. ഒരാൾക്കും ചെയ്യാൻ കഴിയാത്തത് അവിടെ സംഭവിച്ചു. അതൊരു കറാമത്താണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഇനിയൊരു കാര്യമുള്ളത്, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് മക്കളില്ലാത്തത് കാരണമായിക്കൊണ്ട് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിഷമത്തിലാണ്. അവിടെ ഒന്നും ലഭിക്കാത്ത ഭക്ഷണം അള്ളാഹുവിൽ നിന്ന് ലഭിച്ചപ്പോൾ അത് കറാമത്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒരു കറാമത്ത് കാണിച്ച ആ മഹദിയോട് സക്കരിയ നബി ഒരു കുട്ടിനെ തരുമെന്ന് ചോദിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്നത് ഏതെങ്കിലും ആരെങ്കിലും, ഇനി ആരോ ആവട്ടെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക് ചിലപ്പോൾ കുറച്ച് കട്ടിയും കടുപ്പമൊക്കെ ആയി പോവും, ആര് തന്നെ ആവട്ടെ. ഇവിടെ ഈ മുസ്ലിയാക്കന്മാർ അള്ളാഹുവോട് മാത്രം ചോദിക്കല് അത് ഇബ്ലീസിൻ്റെ വാദമാണ്. അത് തൗഹീദുള്ള ആളുകളുടെ, ഈ ഖുർആനും സുന്നത്തും പഠിക്കുന്ന ആളുകളുടെ വാദമാണ്. നമ്മൾ ഈ കുബൂരിസവും ഖുറാഫിസവുമായിട്ട് നടക്കുന്ന ആളുകൾ, നമുക്ക് ഔലിയാക്കന്മാർ എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ പേരിട്ട് വിളിക്കുന്ന, നമ്മൾ ലേബലൊട്ടിച്ചിട്ടുള്ള ആളുകളെടുത്ത് ചോദിക്കാമെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ പരിശുദ്ധ ഖുർആനുമായിട്ട് ഇവർക്ക് ഒരു ബന്ധവും ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. മറിയം ബീവിക്ക് അള്ളാഹുവിൻ്റെ ആദരവായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കൈക്ക് നടന്ന ഒരു കാര്യം, അത് മറിയം ബീവിയുടെ അത്ഭുതമൊന്നുമല്ല. അള്ളാഹു അവിടേക്ക് ഭക്ഷണം എത്തിക്കുന്നുണ്ട്. അത് എങ്ങനെ എത്തിച്ചു, ഏത് തരത്തിൽ എത്തിച്ചു, അതൊന്നും നമ്മൾ കൂടുതൽ ചകഞ്ഞു പോകണ്ട. എന്തായാലും അള്ളാഹു മറിയം ബീവിക്ക് ഭക്ഷണം കൊടുത്തു. മറിയം ബീവിക്ക് അങ്ങനെ ഒരു കറാമത്തുണ്ടെങ്കിൽ എനിക്കൊരു കുട്ടീനെ വാങ്ങിക്കൊണ്ടായെന്നോ അല്ലെ എനിക്കൊരു കുട്ടിനെ കൊണ്ടായെന്നോ എനിക്കൊരു കുട്ടിനെ അള്ളാഹുവോട് ചോദിച്ചു വാങ്ങിക്കൊണ്ടാന്നൊന്നും സക്കരിയ നബി പറഞ്ഞില്ല. സക്കരിയ നബി എന്ത് ചെയ്തു? നേരെ അള്ളാഹുവോട്, മറിയമിന് ഭക്ഷണം കൊടുത്ത അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. അതിന് അള്ളാഹു ഉത്തരവ് നൽകുന്നുണ്ട്. ജരാനരകൾ ബാധിച്ച വന്ധ്യവയോധികനായ സക്കരിയ നബിക്ക് കുട്ടിനെ കൊടുത്തിട്ടുണ്ട്. ഇബ്രാഹിം നബി വന്ധ്യവയോധികനായിരുന്നു, ജരാനരകൾ ബാധിച്ചിരുന്നു, കുട്ടിനെ കൊടുത്തിട്ടുണ്ട്. ഇബ്രാഹിം നബിക്കും അതുപോലെ തന്നെ സാറാ ബീവിക്കും ഒക്കെ സംശയമായിരുന്നു, ഇനി ഞങ്ങൾക്ക് കുട്ടിയെ കിട്ടുമോ? കാര്യം അത്രയും പ്രായമായി, വാർദ്ധക്യത്തിൻ്റെ ആ ഒരു അവസ്ഥയിലാണ്. കുട്ടിനെ കിട്ടിയിട്ടുണ്ട്. ഭക്ഷണം ചോദിച്ച മറിയം ബീവിക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ട്. ഇങ്ങക്ക് അള്ളാനെ കുറിച്ച് ഒന്നും അറിയില്ല. എല്ലാവരും ക്ഷമിക്കുക, എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു, ഒരു ചൂക്കും ചൂണ്ണാമ്പും അറിയില്ല. അതാണ് കാര്യം. കുറച്ചും കൂടി തൊപ്പിക്കാരൻ്റെ വയലിലേക്ക് നമുക്ക് നല്ല രസമുണ്ട്.
മറിച്ച് വിശപ്പ് മാറ്റിയവൻ ആരാണ്? അള്ളാഹു ആണ്. ആ വിശപ്പ് മാറ്റാനുള്ള ഒരു സബബായിട്ട് അള്ളാഹു നിശ്ചയിച്ചതാണ് ഭക്ഷണം എന്നുള്ളത്. എന്ന പോലെ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കാൻ മഹാന്മാക്കളെ അള്ളാഹു ഒരു നിമിത്തമാക്കിയെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് ആരെങ്കിലും സഹായം ചോദിച്ചാലോ യാതൊരു കുഴപ്പമില്ലാന്ന് മാത്രമല്ല, എന്ത് കുഴപ്പമില്ല എന്നാണ് ചെങ്ങായി എജ്ജി പറയണത്? അന്നോട് ആരാത് കുഴപ്പമില്ല എന്ന് പറയാൻ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ ദീന് അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു വിഷയം മറിയം ബീവിക്ക് അത്ഭുത പ്രവർത്തനമായിക്കൊണ്ട് അള്ളാഹുവിങ്കൽ നിന്ന് ഭക്ഷണം ലഭിച്ചു. ഇവിടെ പറയുന്നത് അള്ളാഹിനോട് ചോദിച്ചാൽ ഭക്ഷണം ലഭിക്കൂല എന്ന്. അപ്പോൾ ഖുർആനും കണ്ടിട്ടില്ല, ഖുർആനായത്തും കണ്ടിട്ടില്ല. ഇതെന്താണെന്നറിയോ? പള്ളം രണ്ട് കാലും ഫിറ്റിയിട്ട് ഞാനും ഗോമുവിൻ്റെ ആളാന്നും പറഞ്ഞിട്ട് നടക്കുകയാണ്. നടക്കൂല കുട്ടിയെ. പറയണീന് കുഴപ്പമൊന്നുമില്ല, പറഞ്ഞാൽ അതിങ്ങനെ തിരുത്തി പറഞ്ഞുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. നിങ്ങളിത് പറയുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഖുറാഫാത്ത് ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ നിങ്ങളിങ്ങനെ വാരിയെറിയുമ്പോഴാണ് നമുക്ക് തിരുത്തി പറയാൻ കഴിയുന്നത്. ഇപ്പോൾ കിതാബൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന കുട്ടിയാണെന്ന് തോന്നുന്നുണ്ട്. ഇത് കിതാബ് ഓതിയിട്ടും ഓതാതിരുന്നിട്ടൊന്നും കാര്യമില്ല. കാര്യം എന്താണെന്നറിയോ? കിതാബല്ല, ഇവർ ഏതൊക്കെയോ കഥാബുക്കാണ് വായിച്ചും കൊണ്ടിരിക്കുന്നത്. അള്ളാഹിൻ്റെ കലാമ് വായിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമ് അത് അർത്ഥസഹിതം അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യം എനിക്കിപ്പോൾ ഇവരെ പോലെ കുറേ കിതാബ് ഓതിയ പരിചയമൊന്നുമില്ല. പക്ഷേ ഓതൻ്റെ കിതാബ് ഞാൻ ഓതി. മറ്റൊന്നെന്താണ്? ഫാലമന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, അറിഞ്ഞാണ് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞേക്കുന്നത്. മഅരിഫത്തുൽ അബ്ദി റബ്ബ, അതും അറിഞ്ഞിട്ടുണ്ട്. നക്കലിൽ നിന്നും മക്കലിൽ നിന്നും ഫിത്രത്തിൽ നിന്നും ജീവിത രീതി ഹിസിയയിൽ നിന്നും എല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് തന്നെയാണ് ആ റബ്ബ് സുബ്ഹാനഹു തആലയെ ഇലാഹാക്കിയതും ആ ഇലാഹിന് പുറമെ ഒരു ഇലാഹും എൻ്റെ ജീവിതത്തിലില്ല എന്ന് പറഞ്ഞതും ഒരു മനുഷ്യനോടും മരത്തിനോടും പുല്ലിനോടും കാഞ്ഞിരക്കുറ്റിനോടും വേരിനോടും ബീവിയോടും ബാബയോടും ഒരു കോപ്പിനോടും വിളിച്ച് പ്രാർത്ഥിക്കൂല എന്ന് പറഞ്ഞത്. എന്നിട്ട് അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള മനുഷ്യരെ കുറച്ചും കൂടി പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ വേറൊരു ആയത്തുണ്ട്, കുറേ ആയത്തൊന്നും അറിയില്ല. പക്ഷേ എത്ര കിതാബോധി പഠിച്ചാലും ഇത്തരത്തിലുള്ള വിവരക്കേട് വിളമ്പുന്ന മൊയ്ലിയാക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അതിനുള്ള വിവരം മൻസൂർ പഠിച്ചിട്ടുണ്ട്. 4 ആയത്തേ ഉള്ളൂ വെച്ചെങ്കിലും അത് ഇനിയിപ്പോൾ അത് ഓതിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ മഹ്റജിമ പിടിച്ചിട്ടൊക്കെ വരും. എവിടെ പിടിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ പറയുന്നത് തെറ്റാണ്, കുഫറാണ്, ഷിർക്കാണ്, സംശയമില്ല. ഇതും പരിശുദ്ധ ഖുർആനിലുള്ളതാണ് അല്ലേ? കുഞ്ഞുമോനെ, ഷിർക്ക് അത് ഏറ്റവും വലിയ ലുലുമാണ്. പറ. യാതൊരു കുഴപ്പമില്ലാന്ന് മാത്രമല്ല അങ്ങനെ സഹായം ചോദിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. കണ്ടോ? വല്ലാത്ത ജാതി. പരിശുദ്ധ ഖുർആൻ എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? നമ്മൾ നേരത്തെ ചൊല്ലി, ഇനിയും ചൊല്ലും, എന്നും ചൊല്ലും. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് അല്ലെങ്കിൽ നമ്മുടെ റബ്ബ് പറഞ്ഞിട്ടുണ്ട്, ഉദ്ഉനി ദുആ ചെയ്തോളിയും, ഞാൻ ഉത്തരം ചെയ്യാ അല്ലേ? ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും. ഇതെന്താ പറയണത്? ഇൻ തദ്ഉഹും, നിങ്ങൾ ദുആ ചെയ്താൽ, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളെ ദുആവിൽ കേൾക്കൂല, വലവ് സമയോ നിങ്ങൾ കേൾക്കുന്നുണ്ട് കരുതിക്കോളിയും, കേൾക്കുന്നുണ്ട് വിചാരിച്ചോളിയും, മസ്തജാബൂലക്കും ഉത്തരം ചെയ്യൂല. പിന്നെ എന്തിനാണ് ഈ പാഴ്വേല? അത് മാത്രമോ? യൗമുൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും. നിങ്ങൾ ചെയ്ത ഈ ഷിർക്കിനെ ഖിയാമത്ത് നാളിൽ ഓല് നിഷേധിച്ച് തള്ളുന്ന പറഞ്ഞത്. ഷിർക്കാണത്. അല്ലല്ലാത്തവരെ വിളിച്ച് തേടിയാൽ ഷിർക്കാണെന്നുള്ളതിന് ഫാത്തിറിലെ ഈ 14ാമത്തെ ആയത്ത് ധാരാളമാണ്. ഞാൻ നേരത്തെ ഓതി വെച്ചതിന്റെ ബാക്കി ആയത്ത് നിങ്ങൾ നോക്ക്. ഏതാണ് സത്യത്തിന്റെ പാർട്ടി? ആരെങ്കിലും ഒരുത്തൻ അള്ളാഹുവിനെ രക്ഷാധികാരിയാക്കിയാൽ വറസൂലഹു, അവന്റെ റസൂലിനെയും വല്ലദീന ആമനു, സത്യവിശ്വാസികളായ മഹാന്മാക്കളെയും അവരാണ് സത്യത്തിന്റെ പാർട്ടി, അവരാണ് വിജയിച്ച പാർട്ടി. നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള സഹായം നമുക്ക് ആദ്യം ഈ ഓതിയ ആയത്തൊന്ന് നമുക്കൊന്ന് പോയി നോക്കുക. എന്താണ് ഇവർ കുറേ കാലമായാലും ഈ ആയത്തും കൊണ്ട് കിടക്കണോ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഇവിടെ ഈ മുസ്ലിയാർ പറയുന്ന ആയത്ത് സൂറത്ത് മാഇദയിലെ 55ാമത്തെ ആയത്താണ്. ഈ ആയത്ത് പറഞ്ഞുകൊണ്ട് ഇവർ കാലങ്ങളായിട്ട് ഈ സാധു ജനങ്ങളെ വഞ്ചിക്കുന്നുണ്ട്, പറ്റിക്കുന്നുണ്ട്. എന്താണ് ആയത്തിലൂടെ പറയുന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം. അയാൾ ഓതിയ സൂറത്ത് മാഇദയിലെ 55ാമത്തെ ആയത്ത് ഇതാണ്. ഇന്നമാ വലിയക്കുമുല്ലാഹു റസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതു സകാത്ത വഹും റാക്കിഊൻ. ഇനി അതിൻ്റെ അർത്ഥം നോക്കാം. എന്നിട്ട്
ഇവർ കോട്ടിമാട്ടിൽ എവിടെ വരുന്നത് ഈ സൂറത്തിൽ തന്നെ മറ്റൊരായത്തിലൂടെ അത് വ്യക്തമായി നമുക്ക് പ്രതിപാദിക്കാൻ കഴിയും. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്, തന്ത്രശാലിയാണ്. ഇവരുടെ കുതന്ത്രങ്ങൾ അള്ളാഹിൻ്റെ കലാമിൽ നടക്കൂല. ഇൻഷാ അല്ലാ അത് കാണിച്ചു തരാം. അതിൻ്റെ അർത്ഥം അള്ളാഹുവും അവൻ്റെ ദൂതനും താഴ്മയുള്ളവരായിക്കൊണ്ട് നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും ചെയ്യുന്ന സത്യവിശ്വാസികൾ മാത്രമാവുന്നു നിങ്ങളുടെ മിത്രങ്ങൾ. നിങ്ങൾ ആരെയാണ് മിത്രങ്ങളാക്കേണ്ടത്? ഇനി സഹായി തന്നെ വെക്കുക. അത് ഏത് സഹായി? മരിച്ചു പോയിട്ട് കബറിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ സഹായിക്കണ സഹായി എന്നാണോ? അത് ഇവർ പറയാൻ കാര്യം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ ആയത്ത് കാണാം. അതിൽ ഇന്നമാ വലിയക്കുമുല്ലാ എന്ന് കണ്ടപ്പോൾ, ഇന്നമാ വലിയക്കുമുല്ലാഹു എന്ന് കണ്ടപ്പോൾ അതേ ഔലിയാണെന്നാ. ഇനി അതിൽ ഒരു കാര്യം ഇതിൽ തന്നെ പറയാം, എന്നിട്ട് ഇതിൻ്റെ മറ്റൊരു ഭാഗവും നമുക്ക് പരിശോധിക്കാം. അള്ളാഹുവും അവൻ്റെ ദൂതനും താഴ്മയുള്ളവരായിക്കൊണ്ട് നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും. അപ്പോൾ CM മടവൂര് ഈ ഗണത്തിൽ പെടൂല. കാര്യം മൂപ്പര് നിസ്കരിക്കലൊക്കെ മക്കത്ത എന്നും പറഞ്ഞിട്ട് നിസ്കരിക്കാതെ മലച്ചെട്ടി കിടക്കുകയാണ് എന്നുള്ളത്. ഇത് CM നിസ്കരിക്കാത്തൊരു വിഷയത്തിലാണ് പറയുന്നത്. CMനെ മറ്റുള്ള ആ ഒരു കാര്യത്തിൽ കുറ്റം പറയുന്നൊന്നുമില്ല. ഇവർ ഔലിയാണെന്ന് പറയുന്നു. നിസ്കരിക്കാത്ത എന്ത് സഹായി ഞങ്ങൾക്ക് ഈ ആയത്തടിസ്ഥാനമാക്കിയിട്ട് അയാളെ ഒരു സഹായത്തിനും വിളിക്കാൻ പറ്റൂല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇനി മറ്റൊന്ന്, വേങ്ങര കോയപ്പാപ്പ മൂപ്പരവിടെ നിസ്കരിച്ചിരുന്നു. അപ്പോൾ അത് ഈ ആയത്ത് ഓതിയിട്ട് എന്നിട്ട് പോലും മനസ്സിലായില്ല. ഇനി പ്രിയമുള്ളവരെ, ഇവർ ഈ തട്ടിപ്പ് നടത്തുന്നത് ഇന്നമാ വലിയക്കുമുല്ലാഹു എന്നാണ്. ഇത് നിങ്ങളുടെ, അതായത് മരിച്ചുപോയ വിളിച്ചു തേടേണ്ട സഹായി ആക്കണോ ആക്കണ്ടേ എന്നുള്ളതാണ് പറഞ്ഞിരിക്കണമെന്നല്ലേ പറയുന്നത്. ഇത് 55-ാമത്തെ ആയത്തല്ലേ. ഇതേ അധ്യായം സൂറത്ത് മായിദ, ഇതാ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും. സൂറത്ത് മായിദയിലെ 51 അതിലെന്താണ് പറയുന്നത്? ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖ്ദു അൽയഹൂദ വന്നസാറ ഔലിയാ. ഈ ആയത്തിലും ഔലിയാകുന്നുണ്ട്. എന്നാൽ ഈ ഔലിയാവിനെ എന്താണ് അർത്ഥം കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം. അതിനുശേഷം ആ ഔലിയാവിനെ മാത്രം എങ്ങനെയാണ് ഇവരുടെ ഔലിയാക്കളുടെ ഔലിയും ഇത് വേറെ ഔലിയും വന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. കേട്ടോളിം. സത്യവിശ്വാസികളെ, യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അവിടെ ആരെയാണ് ഔലിയാക്കേണ്ടത് എന്ന് പറഞ്ഞു. അത് നിസ്കരിക്കുന്നവരെയാണ്. അള്ളാഹിൻ്റെ റസൂലിനും താഴ്മയുള്ളവരായിക്കൊണ്ട് നിസ്കാരവും സക്കാത്തും കൊടുക്കുന്നവരാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അവരെയാണ് ഈ ഇസ്തിഗാസ എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന ഔലിയ ആക്കുന്നതെങ്കിൽ ഈ സൂറത്തിൽ തന്നെ മുകളിലുള്ള, നേരത്തെ നമ്മൾ 55 ഓതിയത്, ഇത് 51. 51-ാമത്തെ ആയത്തിൽ പറയുന്നു നിങ്ങൾ ഇന്ന ആളുകളെ ഔലിയാക്കളാക്കരുത് എന്ന്. ആരെയാണ്? യഹൂദ വന്നസാറയാണ് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ബാക്കിയും കൂടി നമുക്കൊന്ന് വായിക്കാം, എന്നിട്ട് വിശദീകരിക്കാം. അവരാകട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളാണ് താനും. നിങ്ങളിൽ നിന്നാരെങ്കിലും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽ പെട്ടവൻ തന്നെയാണ്. അക്രമികളായ ആളുകളെ അള്ളാഹു നേർവഴിയിലാക്കുക ഇല്ല തീർച്ച. നേരത്തെ മൊലിയരുട്ടി ഓതിയത് ഇന്നമാ വലിയക്കുമുള്ള എന്ന് പറഞ്ഞിട്ട് ഓതിയ ആയത്തിൽ വലിയ എന്നുള്ളതാണ് ഇവർ ഔലിയാക്കാൻ കണ്ടെത്തിയത്. പക്ഷേ ഈ സൂറത്തിൽ വലിയ കണ്ടപ്പോൾ അതങ്ങോട്ട് പാടി പറഞ്ഞ് നടന്നു ഈ മൊലിയാക്കന്മാര്. ഇതിന്റെ 55-ാമത്തെ ആയത്തിന് കുറച്ച് മുകളിൽ 51-ാമത്തെ ആയത്തിൽ ജൂത നസാറാക്കളെ അങ്ങനെ വലിയ ആക്കണ്ടെന്നുണ്ട്. ജൂത നസാറാക്കളെ വലിയ ആക്കണ്ടെന്ന് പറഞ്ഞാൽ ഈ CM മടവൂരിനെ പോലെയും വേങ്ങര കോയപ്പാപ്പയെ പോലെയും അതുപോലെ തന്നെ ഇവർ പറയുന്ന ഇവരുടേതായ സംസ്ഥക്കാരുടെ ഔലിയാക്കളുടെ ആ രൂപത്തിലാക്കണ്ടെന്നാണോ പറഞ്ഞത്? അപ്പോൾ അള്ളാഹു ഇതെല്ലാം ഇവരെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ ഇതുമായിട്ട് വരും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ആയത്ത് അതിൻ്റെ തൊട്ട് മുമ്പ് കൊടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടിയും അയാൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കാം.